കൂടപ്പറപ്പുകളെ എന്താ പാടെ എല്ലാവർക്കും സുഖമല്ല. അപ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. വീഡിയോ അവസാനം വരെ കാണാം. നാത്തുമാരി നമ്മളെ സ്കൂൾ പൂട്ടി കുടിയിൽ വന്നു കഴിഞ്ഞാൽ എന്താ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചിന്തിച്ച് നടക്കുന്നവർക്കുള്ള വീഡിയോ ആണ്. എന്നും നമുക്ക് ഇറച്ചി മീനും കോയിന്ന് വാങ്ങിട്ട് ഓരോ സൽക്കരിച്ചാൻ പറ്റൂല. അപ്പൊ ഉള്ള ചെലവിനുള്ള കായ്ക്കനുസരിച്ച് ചിജ്ജാൻ പറ്റുന്ന റൈറ്റാണ് ഇന്ന് ഞങ്ങളെ പരിചയപ്പെടുത്തും. ചട്ടിയടുപ്പിലൊക്കെ തിരിച്ച് കത്തിക്കുക, ചട്ടി ചൂടാൻ ശേഷം വെളിച്ചെണ്ണ വെച്ചെടുക്കുക. ഒരിക്കലും നമ്മൾ നാത്തുമാർ വരുമ്പോൾ പാമോല വെച്ചരുത്. അത് നിങ്ങൾ അമ്മായിമാർക്ക് അത്ര പറ്റിക്കൊള്ളുന്നില്ല. എന്റെ കുട്ടികൾ വരുമ്പോൾ പാമോല ഉണ്ടാക്കുക, ഓളെ കുട്ടികൾക്ക് ഓള് വെളിച്ചെണ്ണയിലാണ് കരിച്ചിലും പൊരിച്ചലും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണം വിചാരിച്ചാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 5 ഗ്രാമ്പൂ, ഒരു 5 പീസ് ഏലക്കായി ഇട്ട് കൊടുക്കുക. കൂടുതൽ ചിന്തിക്കാതെ എന്ത് ചെയ്യുക, 2 വലിയ ഉള്ളി കട്ട് ചെയ്ത് നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്നിങ്ങനെ വാടി വന്നു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അങ്ങോട്ട് ചതച്ച് വെച്ച് 5 വെളുത്തുള്ളി നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടുതൽ ചിന്തിക്കാതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചുവറ്റിയതിന് ശേഷം നമ്മൾ എന്ത് 4-5 വലുപ്പത്തിൽ ഇഞ്ചിയുടെ പീസ് തൊലി കളഞ്ഞ് തീപ്പെട്ടികളുടെ കനത്തിൽ കട്ട് ചെയ്ത് നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്നിങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ചാൽ കൂടുതൽ ചിന്തിച്ച് ഇഞ്ചി പരമാവധി കമ്മിയാക്കി വെച്ചോണ്ട് ഇഞ്ചി വെളുത്തുള്ളിയാണ് അടി പൊടിച്ചിങ്ങോട്ട് അതിലേക്ക് 2 പൂത്ത തക്കാളി, ഒരു ബ്രിട്ടാണി ബിസ്ക്കറ്റിന്റെ കനത്തിൽ കട്ട് ചെയ്ത് നേരെ ഇട്ട് കൊടുക്കുക. എല്ലാം പാടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് അതിന്റെ പച്ചച്ചൂരും കാര്യങ്ങളൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് മൂടി വെക്കാം. 120 സെക്കൻഡ് കഴിഞ്ഞ് മൂടി തുറന്നാൽ ഈ കോലത്തിലായിട്ടുണ്ടാവും. തീ ഓഫ് ആക്കിയതിനു ശേഷം അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക. കുട്ടികൾ 10 വയസ്സിന്റെ താഴെച്ചെങ്കിൽ അതിലും കമ്മിയാക്കാം. പിന്നെ അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 2.5 ടീസ്പൂൺ ഇറച്ചി മസാല ഇട്ട് കൊടുക്കുക. ഇപ്പൊ ഇറച്ചി മസാല അല്ലെങ്കിൽ കോഴി മസാല ഇട്ട് കൊടുത്താലും മതി. പിന്നെ അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കുക. മസാല ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുപ്പ് കത്തിച്ച് തീ പരമാവധി കമ്മിയാക്കി വെക്കുക. അങ്ങോട്ട് എന്ത് ചെയ്യുക, ഏകദേശം അതിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് അതിന്റെ പച്ചച്ചൂരും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ച ഗ്രീൻ പീസിന്റെ വെള്ളം പറഞ്ഞു കൊടുക്കുക. ഗ്രീൻ പീസ് അവിടെ കിടന്ന് തിളച്ചോട്ടെ. എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. അപ്പൊ തിരിച്ചൊന്ന് കൂട്ടി വെക്കുക. എന്തായാലും മഴത്തിരക്കായ സ്ഥിതിക്ക് ഉപ്പുണ്ടോന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി ഒന്നും അതിൽ ചേർക്കാനുള്ള ചെറിയൊരു മസാലയുടെ കൊത്തുണ്ട്, അതിന് നമുക്ക് പണി വേറുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഗ്രീൻ പീസ് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഗ്രീൻ പീസ് ഞാൻ 9 മണിക്കൂറും 21 മിനിറ്റും 27 സെക്കൻഡും വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ്. അങ്ങോട്ട് വേവിച്ചിട്ടാണ് ഇത് കിട്ടുന്നത്. എന്തായാലും കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഈ ഗ്രീൻ പീസ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉപ്പ് കുറവായെങ്കിലും ഒന്ന് വിചാരിച്ചിട്ട് ഉപ്പും പാടെ കൂട്ടി നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് നമ്മൾ മുമ്പ് തിളപ്പിച്ച ആ ഗ്രീൻ പീസിന്റെ വെള്ളം ഉണ്ടല്ലോ, അത് നേരെ ഇതിക്കൊണ്ട് പാർന്നു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച നിങ്ങളെ നാത്തുമാർക്ക് 2 കുട്ടികൾ കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 2 കുഞ്ഞിക്കാര് ഗ്രീൻ പീസ് അരച്ചു പോരാ. 2 കുട്ടികൾ കുറവാണെച്ചെങ്കിൽ പോണ മാതിരി പോയിക്കോട്ടെ. ഒന്നും ഇവിടെ കൂട്ടി യോജിപ്പിച്ചിട്ട് 600 സെക്കൻഡ് മൂടി വെച്ചതിന് ശേഷം മൂടി തുറന്നപ്പോൾ ഈ കോലത്തിലുണ്ട്. വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ട്, കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രീൻ പീസുമ്പോൾ മസാല പിടിച്ച നല്ല പണിയേക്കാരം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എരിവ് പരമാവധി കമ്മിയാക്കിയുള്ളൂ. എരിവ് കൂട്ടിയിട്ട് എന്റെ കുട്ടികൾ തിന്നണീനോട് എരിവ് കണ്ടമാനം ഇട്ടു എന്ന് പറഞ്ഞിട്ട് അതിനൊരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം, നല്ലതാണ്. അതുപോലെ 7-9 വേപ്പിഞ്ചില എടുക്കുക, കുറച്ച് മല്ലിച്ചപ്പ് ഇടുക. അങ്ങോട്ട് എന്ത് ചെയ്യുക, ചെറുനാരക അതേമാതിരി പീഞ്ഞ് പാരുക. ഇങ്ങനെ പിജ്ജാൻ കഴിച്ചു ഇങ്ങനെ പിജ്ജ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനം ചെയ്തോളൂ, അതിന് കുഴപ്പമില്ല. ഈ ചെറുനാരക നീര് പാർന്നു കഴിഞ്ഞാൽ ഈ കറിക്ക് വേറെ ലെവലാണ്. അതുപോലെ തന്നെ ചെറുനാരക നീര് പാർന്നു കഴിഞ്ഞാൽ അതിന്റെ മസാലയുടെ കുത്തൊക്കെ പോയിട്ട് കറി നല്ലൊരു ടേസ്റ്റും കിട്ടും. പിന്നെ ഈ ചെറുനാരക നീര് പിഞ്ഞു പാരുമ്പോഴും അതുപോലെ തന്നെ ഈ ഗ്രീൻ പീസ് നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോഴും അമ്മായിമാനോട് നാത്തൂനി ഇരുന്ന് വർത്താനം പറയുമ്പോൾ മാത്രം ചെയ്താൽ മതി. ഓരോ മുമ്പ് ജിജ്ജാൻ നിൽക്കരുത്. ഗ്രീൻ പീസ് ഇറക്കുമ്പോൾ മിക്സർ സൗണ്ട് പുറത്തേക്ക് കേൾക്കും തോന്നിക്കഴിഞ്ഞാൽ വലിയൊരു കൊടുക്കുക, മിക്സർ മുകളിൽ കൗത്ത് അങ്ങോട്ട് മിക്സർ ഓൺ ആക്കുക. അപ്പൊ സൗണ്ട് പുറത്തേക്ക് കേൾക്കൂല. ഇവിടെ എന്തേണ്ടായെന്ന് ആരും അറിയില്ല. അപ്പൊ എല്ലാവരും പരീക്ഷ നോക്കുക, അഭിപ്രായങ്ങൾ ആരോടും പങ്കുവെക്കാൻ മറക്കരുത്. നിങ്ങളായി നിങ്ങളെ പാടായി. അപ്പൊ എല്ലാവരോടും കാണുമ്പോൾ കാണാം. ബൈ.